ഹലോ ഗൈസ്, ആക്ച്വലി അതുലിൻ്റെ വിഷയമാണ് നമ്മുടെ സബ്ജക്റ്റ്. അതുൽ ആൻഡ് മല്ലു ഫാമിലി തമ്മിലുള്ള ഒരു ക്ലാഷ്. എനിക്കിതിനകത്ത് സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. ഒന്നാമത്തെ കാര്യം, അതുൽ പറഞ്ഞ ഒരു വിഷയം വളരെ ഓക്കെ ആയ ഒരു വിഷയമാണ്. കാരണം മല്ലു ഫാമിലി, കുറേ മല്ലു ഉള്ളതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ വരുന്നത്. അപ്പം മല്ലു ഫാമിലി വന്നിട്ട് വലിയ വായ്ത്താളമൊക്കെ അടിക്കുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ ഫാക്ട്. പുള്ളി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ പൊതുസമൂഹത്തിലുണ്ട്. പൊതുസമൂഹത്തിലുള്ളവരെ പറ്റിച്ചുകൊണ്ടും കബളിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പുള്ളിയുടെ ചാനൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളത് വസ്തുതയാണ്. കാരണം അറിയാമല്ലോ, സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ റീഡയറക്റ്റ് ചെയ്തിട്ട് മറ്റൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പുള്ളി നന്നായിട്ട് അങ്ങോട്ട് മെനക്കെട്ടു. അപ്പൊ അവർ തമ്മിൽ പിണക്കമുണ്ട് എന്ന് കാണുമ്പോൾ ആളുകൾക്ക്, അതായത് മിക്കവാറും കേരളത്തിലെ ഒരു മെജോറിറ്റി ആൾക്കാർക്കും മറ്റുള്ളവരുടെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്തിട്ട് തന്നെ ആളുകൾ ഭയങ്കരമായിട്ട് അങ്ങ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമോ, അവർ തമ്മിൽ പറ്റിയോ, എന്തിനായിരിക്കും തെറ്റിയത്, അത് എന്തായിരിക്കും, ഈ കൺഫ്യൂഷൻ ആളുകൾ പോയി കമന്നങ്ങട് വീഴും എന്നുള്ള ആ സ്ട്രാറ്റജി തന്നെയാണ് പുള്ളി എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വിഷയത്തിൽ പുള്ളി അതുലിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് നിനക്ക് തെളിയിക്കാമെന്നാണ്. തെളിയിച്ച കാര്യം ഇനി തെളിയിക്കേണ്ട കാര്യം അതുലിനില്ല. ബിക്കോസ് ഈ പറഞ്ഞ വ്യക്തിയെ ഒരു ചാനലിൽ വിളിച്ചു വരുത്തി ചാനൽ അവതാരിക നന്നായിട്ട് അങ്ങോട്ട് കൊടുത്തതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ ചാനൽ അവതാരികയ്ക്ക് ബിഗ് ബോസിൽ തന്നെ എൻട്രൻസ് കിട്ടിയത്. കാരണം പെർഫെക്റ്റ് ആയിട്ട് പ്രതികരിച്ചു. നല്ല പ്രതികരണ ശേഷിയുള്ളവരെയാണ് ബിഗ് ബോസ് ചൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് വാസ്തവം. അപ്പം അതിൽ ആ പെൺകുട്ടിക്ക് ഒരു അവസരം കിട്ടിയത് പോലും സുജിനെയും ഭാര്യയെയും എടുത്തു വെച്ച് ഉരുട്ടിയത് കൊണ്ടാണ്. അപ്പൊ ഏകദേശം നന്നായി തന്നെ ആ ചോദ്യങ്ങൾ അന്ന് ചോദിച്ചിരുന്നു. ഞങ്ങൾക്കൊക്കെ മനസ്സിലായതാണ് സുജിൻ ബാക്കിയുള്ളവരെല്ലാം പറ്റിക്കുകയായിരുന്നു എന്നുള്ളത്. ഭാര്യയെ വീടിനകത്ത് വെച്ചിട്ട് അവിഹിതമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ളതാണ് അന്നത്തെ പ്രശ്നം. നീ ഭാര്യ വീടിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതെന്റെ വിഷയമല്ല. പക്ഷെ ഒരു റീച്ചിന് വേണ്ടിയിട്ട് സ്വന്തം ഭാര്യയ്ക്ക് അവിഹിതമുണ്ട് എന്ന രീതിയിൽ അങ്ങനെ നരേഷൻ വരുന്ന രീതിയിൽ പോലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് മിസ്റ്റേക്കാണ്, അത് തെറ്റ്, ഒരു കാരണവശാലും ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുമല്ല. സോ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വിഷയം അതുലിന് കുറച്ചുകൂടെ ഡീസന്റ് വേയിൽ പറയാമായിരുന്നു. എനിക്ക് ഈ വിഷയം താല്പര്യം തോന്നിയതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സമയത്ത് എല്ലാവരും എന്നെ പറയണമെന്ന് പറഞ്ഞത് കൊണ്ട് അതുൽ എന്നെ എടുത്ത് വെച്ച് തെറി താത്ത എന്നൊരു പേര് തന്നെ എനിക്ക് ഇട്ട് തന്നിട്ട് നിരന്തരം ബിച്ചീന ബിച്ചി, തെറി താത്ത, ബിച്ചീന ബിച്ചി, ഇത് എന്നായിരുന്നു അവന്റെ പറച്ചിലുണ്ടായിരുന്നത്. കാദർ കരിപ്പൊടിയുടെ കയ്യിൽ നിന്ന് ചിക്കിലി വാങ്ങിയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറെ കാലം ഇവന്റെ ചാനൽ പൊങ്ങാതെ അവിടെ കിടന്നു. കാരണം കോമൺ സെൻസ് ഉള്ള മനുഷ്യർക്ക് മനസ്സിലാവുമല്ലോ ഇത് എന്താണ്, ഇത് എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്, എന്തിനാണ് അവരെ ആക്രമിക്കുന്നത് എന്നൊക്കെ കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ കുറെ അധികം പേര് മൈൻഡ് ചെയ്യാതിട്ടിരുന്നു. എന്നെ അവോയ്ഡ് ചെയ്ത് അവന്റെ ചാനലുമായി മുൻപോട്ട് പോയപ്പോഴാണ് അവൻ പിന്നെ കുറച്ച് റീച്ചിലേക്ക് കയറിയത്. അതൊരു പൊതു ഇതാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്കുണ്ടായ ഒരു ബാഡ് ഇതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നീ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇവർ തമ്മിൽ ക്ലാഷ് ഉണ്ടാകുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ അതുൽ പറഞ്ഞതുപോലും ആളുകളിലേക്ക് കറക്റ്റായിട്ട് എത്താത്തതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവന്റെ പുച്ഛമാണ്. ഒന്നാമത്തെ കാര്യം, ഫിസിക്കലി കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ള ഈ ഒരു ചാനൽ കൊണ്ട് മാത്രം മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന അതുൽ കുറച്ചുകൂടെ മാന്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കണമായിരുന്നു. സായിക്ക് ശേഷം പിന്നെ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതുലാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അമ്മാതിരിയാണ് അവന്റെ ഡെവലപ്മെന്റ്സ് പൊങ്ങി വരുന്നത്. പക്ഷെ അത് നശിപ്പിക്കുന്ന രീതിയിലാണ് അവന്റെ ചില ആറ്റിറ്റ്യൂഡുകൾ. നമുക്കൊരാളോട് അവജ്ഞ തോന്നാം, പുച്ഛം തോന്നാം, പക്ഷെ അത് കൃത്യമായ രീതിയിൽ പറയാതിരുന്നാൽ അത് കിട്ടുന്നത് വേറൊരു ഇമ്പാക്റ്റിലായിരിക്കും എന്നുള്ളത് വസ്തുത. പിന്നെ സുജിൻ വിളിച്ച തെറികൾ, ആ തെറിക്ക് മറു തെറി ഇപ്പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ എന്റെ ചോദ്യം, ഞാൻ സുജിനെ വിടുന്നു, അതുലിനെ നിങ്ങൾ എന്ത് തെറിയനെന്ന് വിളിക്കുമോ അല്ല വേറെ എന്തെങ്കിലും വിളിക്കുമോ? ഇപ്പൊ അവന്റെ പേരെന്താണ്? അതേപോലെ എന്റെ ഫിസിക്കൽ ഇഷ്യൂസിനെ കളിയാക്കിക്കൊണ്ട് അതുൽ ഒരിക്കൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് കാല് സുഖമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട്. ഇവനും കാല് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പോ എന്നെ വിളിച്ചതൊക്കെ തന്നെ അവന് ചേരുന്നതാണെന്ന് വൈകിയ വേളയിലാണെങ്കിലും അവന്റെ ചാനലിൽ കൂടെ എനിക്ക് മനസ്സിലായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിനോടനുബന്ധിച്ച് വേറൊരാൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ ആ ചാനലിന്റെ പേര് ഇപ്പൊ പറയാം. ദേവ് ടാക്സ് എന്നാണ് പുള്ളിയുടെ ചാനലിന്റെ പേര്. പറഞ്ഞ കാര്യങ്ങൾ 100% കറക്റ്റാണ്. കോൺട്രോവേഴ്സി ഉണ്ടെങ്കിലും റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഒരുപാട് പേരുണ്ട്. പക്ഷേ ഏതൊരു കാര്യം ആദ്യം പറയുന്നത് അതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സമയത്ത് സായി ആയിരുന്നു എന്ത് കാര്യം വന്നാലും അപ്പോ ആ സ്പോട്ടിൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ കാണുന്നത് അതുലിനെയാണ്. എവിടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ അതുലുണ്ടാവും. അതുൽ അതിനെ കുറിച്ച് വിമർശിക്കുകയും അല്ലെങ്കിൽ അതിനെ കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. പക്ഷെ പലപ്പോഴും അതിനോട് ഞാൻ തന്നെ പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഭാഷ ഒന്ന് സൂക്ഷിക്കണം,
അതുലിന്റെ തമ്പനയിൽ ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ ഞാൻ പലപ്പോഴും അതുലിനോട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട്. അതുലിന്റെ ചാനലിന്റെ താഴെ പോയി കമന്റ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അതുലിനെ നന്നാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഞാൻ നല്ലവനാണെന്ന് വിചാരിച്ചിട്ടോ ഒന്നുമല്ല. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, നമ്മൾ എവിടെ വളർന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ പഠിച്ചവരായിക്കോട്ടെ, നമ്മൾ സംസാരിക്കുന്ന പബ്ലിക്കിനോടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളിലൂടെയാണ് നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അല്ലാതെ എന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്ന രീതിയിലൂടെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് പറഞ്ഞത് അതുലിന്റെ ഭാഷ, അതിൽ സംസാരിക്കുന്ന രീതി, പലരെയും നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അല്ലാതെ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾ അറിയത്തില്ല. ഞാൻ സംസാരിക്കുന്ന രീതിയിലൂടെയാണ് നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ എന്നെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് പറഞ്ഞത് അതുലിന്റെ ഭാഷ, അതിൽ സംസാരിക്കുന്ന രീതി, പലരെയും വളരെ പുച്ഛത്തോടെയാണ് അതിൽ വിലയിരുത്തുന്നത് അല്ലെങ്കിൽ അതിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആ ഭാഷ സൂക്ഷിക്കണം, സംസാരിക്കുന്ന രീതി. അപ്പൊ ഒരിക്കലും അതിൽ തന്നെ പറഞ്ഞു, ബ്രോ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് പറഞ്ഞു. ഇന്നിപ്പോ മല്ലു ഫാമിലിയിൽ സുജിൻ അതുലിനെ അറഞ്ചം പുറഞ്ചം തെറി പറഞ്ഞിട്ടുണ്ട്. ശരിക്കും എന്നെ വിളിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത്, ബ്രോ അതുലിനെ ഇങ്ങനെ സുജിൻ തെറി പറയുന്നു, വീഡിയോ കണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല, ഞാൻ ആ സമയത്ത് പറഞ്ഞു. ഞാൻ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹെഡ്സെറ്റ് വെക്കാതെ കണ്ടത്. സുജിൻ എന്തൊക്കെയാ പറയുന്നതെന്ന് ദൈവത്തിന് പോലും അറിയില്ല. അമ്മാതിരി തെറിയാണ് സുജിൻ. സുജിനെ പേഴ്സണലി എനിക്ക് അറിയില്ല, അതുലിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. എന്നാൽ പോലും അതുലിനെ ഞാൻ മെസ്സേജ് അയച്ചെങ്കിലുള്ളൊരു പരിചയമുണ്ട്. സുജിനെ എനിക്ക് അതുപോലും സുജിൻ പല കാര്യങ്ങൾ അത് ചോദിച്ചു വാങ്ങിയതാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അതുലിന്റെ വീഡിയോ കാണുമ്പോൾ അല്ലെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, പലപ്പോഴും അതിൽ പേഴ്സണലി ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എക്സാക്ട്ലി, യു സെഡ് ഇറ്റ് വെൽ. ഈ പുള്ളി ദേവ് സ്റ്റാക്സ് നിങ്ങൾ പോയി കണ്ടാൽ പുള്ളി ഈ അതുൽ ഇവരുടെ ഇഷ്യൂ കൃത്യമായി മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. എനിക്കും സെയിം അഭിപ്രായമാണ്. അതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ അത് പോയി കാണുകയാണ് വേണ്ടത്. പുള്ളി അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാവുന്നതിന്റെ മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട്, അത് എന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. തെറി താത്ത. ഞാൻ പറഞ്ഞ വിഷയങ്ങളോ ആശയത്തിലോ ഒന്നും നിൽക്കാതെ തെറി താത്ത എന്ന ഒരു ഇതിൽ എൻ്റെ പുറകെ നടന്ന്, അതും പോലീസ് വിളിച്ച് വിലക്കിയിട്ട് കേൾക്കാതെ, സൈബർ ഇടങ്ങളിൽ നിന്ന് വിളിച്ചിട്ട് കേൾക്കാതെ, എൻ്റെ മകനാണ്, അവൻ്റെ വയസ്സുള്ളതാണ്, അതും വയ്യാത്തൊരു പയ്യനാണ് എന്നൊരു കൺസിഡറേഷൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അല്ലാത്ത പക്ഷം അത്രത്തോളം തീവ്രമായി എന്നെ അറ്റാക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഈ അതുൽ എന്നുള്ളത്. അപ്പൊ ഇനിയിപ്പോൾ സുജിനും അത് തന്നെയായിരിക്കും ശിക്ഷ. കാരണം സുജിനെയും ഇനി വിടത്തില്ല. ഇനി സുജിൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കുറേ അധികം വീഡിയോസ് വരാൻ ചാൻസ് ഉണ്ട്. അവനെ സ്ട്രൈക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഓൾറെഡി ഞാൻ സ്ട്രൈക്ക് കൊടുത്തതാണ്. ദർ ഈസ് നോ ഇത്. അവന്റെ പിന്നിൽ നിന്ന് കളിക്കുന്നത്, അവനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മാഫിയയാണ്. ഏത് സോഷ്യൽ മീഡിയയിൽ ഒരു മാഫിയ സംഘമുണ്ട്, അവരാണ് അവന്റെ കൂടെ ഉള്ളത്. അപ്പൊ അവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇനിയിപ്പം പ്രൊട്ടക്ഷനും ബാക്കിയുള്ളതും ഒക്കെ വരും. സുജിൻ അപ്പുറത്തെ ഭാഗത്ത് ഒറ്റയ്ക്കും ആയിരിക്കും. എന്താ സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തെറി ആരുടെയും കുത്തകയല്ല. ഒരാൾക്ക് പ്രോബ്ലം വരുമ്പോൾ ഇറ്റ്സ് ആൻ ഇമോഷണൽ ഡിസ്ചാർജ് ആണെന്നുള്ളത് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് അറിയത്തില്ല. പച്ച തെറികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. ഇയാളെ വിളിച്ചതും ഒട്ടും മോശമില്ല, അയാളെ വിളിച്ചതും ഒട്ടും മോശമില്ല. പക്ഷെ ഇവരെയൊന്നും തെറിത്താത്ത എന്ന് വിളിക്കത്തില്ല. കാരണം ഇപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീ അല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അച്ഛയെന്നോ ഇച്ഛയെന്നോ പറഞ്ഞ ഉടനെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ല. ഞാനൊക്കെ ആണെങ്കിൽ സുജിന്റെ സ്ഥാനത്ത് കുറെ കൂടെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടാവും. കാരണം അങ്ങനെയൊക്കെ മോശം പറയേണ്ട കാര്യമില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങൾ മാറ്റർ ആയിട്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റാണ്. വെല്ലുവിളിച്ച സുജിനോട് എനിക്ക് പറയാനുള്ളൂ, സുജിൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, സുജിൻ പറ്റിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ബോധ്യമാണ്. അതുലിന് മാത്രമല്ല എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. അത് പറഞ്ഞുകൊണ്ട് പറയണ്ട. പക്ഷെ അവന്റെ അവഹേളനമായിട്ടുള്ള ആ ഒരു സ്പീച്ച് മോശം തന്നെയാണ്. അതിനെപ്പറ്റി സംസാരിച്ചതിന് ഞാൻ യോജിച്ച് നിൽക്കുന്നു. അപ്പൊ ഈ രണ്ട് സൈഡിൽ നിന്നുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെറിക്ക് ഉത്തരം തെറി തന്നെയാണ്. അപ്പൊ അവർക്കൊക്കെ വിളിക്കുമ്പോൾ കുഴപ്പമില്ല, നമ്മൾ വിളിക്കുമ്പോഴത്തേക്കാണ് പ്രശ്നം എന്നുള്ളത് മാത്രം ഇവിടെ പറഞ്ഞു വെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ രണ്ടുപേരുടെയും ഭാഗത്തല്ല, സുജിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരുപാട് വലിയ മിസ്റ്റേക്കുകളുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ അവർ ആരുടെയും സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്നില്ല. തെറി വിളിക്കുന്നോ ഇല്ലെന്നോ ഒക്കെ പറയുന്ന സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കുന്നത്. ഇനി അവരെ അങ്ങനെ കോൺട്രൈസ് ചെയ്താൽ അവർക്ക് അതിനകത്ത് ഒരു പിണ്ണാക്കും ഇല്ല. കാരണം അതിന്റെ മകളിൽ അവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഈ ഒരു വിഷയത്തിൽ അതുലിന് അനിവാര്യമായ ഒരു ഇടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിനകത്ത് കിടന്ന് താളം പിടിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ ക്വാളിറ്റിയും ക്യാരക്ടറും ഒക്കെ നാട്ടുകാർ കുറച്ചുകൂടെ വിശാലമായി മനസ്സിലാക്കും എന്നതിനപ്പുറം ഈ പറയുന്ന അതുൽ വിചാരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് അല്ല ഇതിന് കിട്ടുക എന്നുള്ളത് എനിക്ക് മനസ്സിലായതാണ്. ഒത്തിരി പേര് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുണ്ട്. ദേവ് ടോക്സിന്റെ ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, മേ ബി നിങ്ങളിലേക്ക് അത് എത്തത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ആ പുള്ളിയുടെ ചാനലിന്റെ പേര് ഞാൻ എടുത്തു പറയുന്നത്, ദേവ് ടോക്സ്. നിങ്ങൾ പോയി കണ്ടാൽ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ആ പയ്യൻ കാര്യം മനസ്സിലാക്കി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആൾസോ മൈ ഒപ്പീനിയൻ. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. കുറച്ചങ്ങ് അടങ്ങുക. കുറച്ച് വ്യൂവും കുറച്ച് സബും ഒക്കെ കൂടുമ്പോൾ ഞകളത്തരം വരും, സ്വാഭാവികം. സായിയാണ് മോഡലെങ്കിൽ സായി തന്നെയാണ് ഇനിയും നീ മനസ്സിലാക്കേണ്ട മോഡൽ. ഒത്തിരി അങ്ങ് ഉയർത്തിപ്പോയാൽ അത്രയും ഉയർത്തി താഴോട്ട് വീഴാനും അത്ര നിമിഷം മതി എന്നുള്ളതാണ്. ഒരാളുടെ ഫീലിങ്സിനെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ ഇതേ രീതിയിൽ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നത് കുറച്ചാൽ അവരവർക്ക് കൊള്ളാം. നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഉള്ള ഫിസിക്കൽ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രമാണ്
ആ കൺസിഡറേഷൻ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ബാക്ക് അടിച്ചത്. മാത്രമല്ല കർമ്മ തിരിച്ചു കൊടുക്കട്ടെ എന്ന് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവനവന്റെ ഉള്ളിലുള്ള വിഷത്തിനെ മറ്റുള്ളവർ മനസ്സിലാക്കി പുറത്തേക്ക് കൊണ്ടുവരട്ടെ എന്നുള്ള രീതിയിൽ ഞാനും അതങ്ങ് വിട്ടു. ഇടയ്ക്ക് ഒരു ആള് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവൻ അങ്ങനെ പറയത്തില്ല, ഇത്ത ധൈര്യമായിട്ട് ഇരിക്കുമെന്നാണ്. എനിക്ക് ധൈര്യക്കുറവൊന്നുമില്ല, എനിക്ക് അതിനകത്തൊരു വിഷമവുമില്ല. അവരവരെ വീട്ടിൽ എന്താണ് പഠിപ്പിച്ചത് അതല്ലേ പാടുള്ളൂ. സ്ത്രീകളെ ആക്രമിക്കണമെന്ന്, സ്ത്രീകളെ ഉപദ്രവിക്കണമെന്ന്, സ്ത്രീകളെ മോശം പറയണമെന്ന് വീട്ടുകാർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ എടുത്തു വെച്ച് പറയുക തന്നെ ചെയ്യും. അതിൽ കൂടെ കിട്ടുന്ന അന്നം കുറെ നാൾ ഉപകരിക്കും എന്നൊക്കെ ഉള്ള തോന്നൽ കൊണ്ടായിരിക്കും ആ രീതിയിലൊക്കെ പറയുന്നത്. തെറ്റായ രീതിയിൽ ഞാൻ അവനെ ആക്രമിക്കാനോ ഒന്നിനും പോയിട്ടില്ല. എന്നെ വിളിച്ച് മാപ്പ് പറഞ്ഞ ശേഷം പിന്നീട് ഞാൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് കളവ് പറഞ്ഞതും മിസ്റ്ററാണ്. അപ്പം ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ട് പ്രവൃത്തികളിൽ കൂടെ തെളിയിച്ചൊരു വ്യക്തിയാണ് അതുൽ. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മറ്റൊരാളെ വ്യക്തിഹത്യ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു വിഷയം കിട്ടിയാൽ അതെടുത്ത് വെച്ച് പറയുന്നതിൽ തെറ്റൊന്നുമില്ല, അതിനകത്ത് അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ പറയാം. പക്ഷെ ഈ വിഷയത്തിൽ അയാളുടെ വ്യക്തിഹത്യ ചെയ്തതിനകത്താണ് പ്രശ്നം വന്നിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നോട് ചോദിക്കുകയാണെങ്കിൽ സുജിന്റെ കാര്യം കൃത്യമാണ്. അയാൾ പറയുന്നു എനിക്ക് ഇതിനകത്ത് റവന്യൂ വേണ്ട, അങ്ങനത്തെ പുച്ഛത്തരമൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തായാലും റവന്യൂവിന് വേണ്ടിയിട്ട് തന്നെയാണല്ലോ ചാനൽ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. കിട്ടുന്ന റവന്യൂ വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വലിയ നീതിയൊന്നും കാണിക്കാൻ നിൽക്കേണ്ട. ബിക്കോസ് അപ്പുറത്തൊന്നും വലിയ നീതിയൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. നാണം ഉണ്ടാവും അവനങ്ങോട്ട്. ഒന്നുമല്ല, അവൻ ഇനി ഒരു കൊല്ലത്തേക്ക് വേണമെങ്കിൽ നിങ്ങളായിരിക്കും സബ്ജക്റ്റ് എന്നുള്ളത് വസ്തുത. പിന്നെ നിങ്ങൾക്ക് പബ്ലിക്കിൽ കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ അതിനകത്തുള്ള നെഗറ്റീവ് അത് അവനിക്ക് കുറച്ച് വളമാകും. നിങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു കുറച്ച് പേര് ഇപ്പൊ പോയി അങ്ങോട്ട് ചേക്കേറും. അത് തന്നെയാണ് അവന്റെ ഉദ്ദേശ ലക്ഷ്യം. നിങ്ങൾ അവനിട്ട ചൂണ്ടയിൽ നിങ്ങൾ കൊളുത്തി എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പിന്നെ തെളിയിക്കാമോ എന്നൊക്കെ ചോദിച്ച് വെറുതെ സ്വന്തം പല്ലിട കുത്തി അവന്റെ മൂക്കി കൊണ്ട് വെച്ച് കൊടുക്കേണ്ട. സ്മെല്ലാണെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങളെ ഒരു ചാനലുകാർ കൃത്യമായിട്ട് എടുത്ത് വിലയിരുത്തിയതുമാണ്. അപ്പൊ ആ വിഷയത്തിൽ നിങ്ങളുടെ പാളീച്ച തന്നെയാണ്. തെറ്റുകൾ അഡ്മിറ്റ് ചെയ്യുകയും അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവും ഏറ്റവും വലിയ ജെനുവിനിറ്റിയും എന്ന് ഞാൻ പറയും. സോ ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഇതാണ്. വീണ്ടും കാണുക. അതുലെ മോനെ, എന്നെ എടുക്കാൻ നിൽക്കണ്ട, ഞാൻ വിടൂല. പഴയത് കണക്കല്ല, ഞാൻ നല്ല തരും. മാത്രമല്ല ഞാൻ കേസും കൊടുക്കും. അതിനകത്ത് തർക്കമില്ല. പണ്ടൊക്കെ ഞാനങ്ങ് ക്ഷമിച്ച് കളഞ്ഞ്, ഇപ്പോഴങ്ങനെയല്ല, ഞാൻ കേസ് കൊടുക്കും. അതിനകത്ത് തർക്കമേ വേണ്ട. താങ്ക് യു സോ മച്ച്.